ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം. ശ്രീവത്സം സിൽക്സ് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് 2025. ജനസാഗരത്തെ സാക്ഷിയാക്കി കോന്നി കരിയാട്ടത്തിന് തിരിതെളിഞ്ഞു. കോന്നിയുടെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന സാംസ്കാരിക ഉത്സവമായ കോന്നി കരിയാട്ടത്തിന് ജനസാഗരത്തെ സാക്ഷിയാക്കി കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും വർഗീയ ശക്തികൾ തച്ചുടയ്ക്കുമ്പോൾ അതിന് കേരളം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ഇതിനുദാഹരണങ്ങളാണ് ജാതിമത വ്യത്യാസമില്ലാതെ കോന്നി എന്ന ഒരു നാടിന്റെ മുഴുവൻ ദേശീയ ഉത്സവമായി മാറിയ കോന്നി കരിയാട്ടം എന്ന് അദ്ദേഹം പറഞ്ഞു. കരിയാട്ടം പോലെയുള്ള പ്രാദേശികമായുള്ള സാംസ്കാരിക ആഘോഷങ്ങളാണ് ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ മാത്രമല്ല വിശ്വാസമില്ലാത്തവരുടെയും കൂടെ നാടാണ് ഇന്ത്യ. അങ്ങനെയുള്ള വൈവിധ്യങ്ങളാണ് ഈ നാടിന്റെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ചുനാൾ കൊണ്ട് തന്നെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഓണപരിപാടിയായി കോന്നി കരിയാട്ടത്തിന് മാറാൻ സാധിച്ചത് കോന്നിയുടെ കൂട്ടായ്മയുടെ വിജയമാണെന്നും ഇതിന് നേതൃത്വം നൽകുന്ന കോന്നി MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന് ഇനിയും കോന്നിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. സക്കറിയാസ് മാർ അപ്രേ മുഖ്യപ്രഭാഷണം നടത്തി. NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഹരിദാസ് ഇടത്തിട്ട, SNDP യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ, അബ്ദുൾ റസാഖ് മൗലവി, CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ, സ്പീഡ് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി, അഡ്വക്കേറ്റ് സുരേഷ് സോമ തുടങ്ങിയവർ സംസാരിച്ചു. കോന്നി കരിയാട്ടത്തിലെ 2ാം ദിവസമായ ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, അതിവേഗ കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയുടെ വരഅരങ്ങ്, പിന്നണി ഗായിക സിതാര കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റ് എന്നിവ നടന്നു. 10,000 ആളുകളാണ് പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോന്നി.